ജനുവരി 15 മുതൽ 21 വരെയുള്ള വാരഫലമാണ് പറയുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി. പുതിയ തൊഴിലിൽ ലാഭം നേടാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും. കുടുംബസമേതം യാത്രകൾ നടത്താൻ സാധിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നുമുള്ള ലാഭം നേടാൻ സാധിക്കും. പണച്ചെലവ് അധികരിക്കും. അയൽവാസികളുടെ സഹായം ലഭിക്കുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം ഭരണി. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത കാണുന്നു. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായി അനുകൂലമുള്ള സമയമാണ്. സന്താനങ്ങൾക്ക് പുരോഗതി, പുതിയ കോഴ്സുകളിൽ പ്രവേശനം എന്നിവ കാണുന്നു. ഇവർക്ക് ജോലിഭാരം കൂടി വിശ്രമം കുറയുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം കാർത്തിക. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കുന്നതാണ്. തൊഴിലിൽ നല്ല മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. മാനസിക സന്തോഷം വർദ്ധിക്കും. കടമിടപാടുകൾ കുറയ്ക്കാൻ കഴിയുന്നതാണ്. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഇനി അടുത്തത് രോഹിണി നക്ഷത്രം. ബന്ധുക്കൾ വഴി കാര്യസാധ്യം. പ്രണയബന്ധത്തിന് അംഗീകാരം ലഭിക്കും. സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടമുണ്ടാകുന്നതാണ്. മുൻപ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയകരമാകുന്നതാണ്. അടുത്ത നക്ഷത്രം മകയിരം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. വാക്കുതർക്കങ്ങളിൽ പരാജയം നേടാൻ ഇടയുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവാതിര. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. ഇനി അടുത്തത് പുണർദ നക്ഷത്രം. സഹോദര ഗുണം ലഭിക്കും. സുഹൃത്തുക്കളുമായി ഭിന്നത. പൊതുപ്രവർത്തനത്തിൽ വിഷമതകൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. കടങ്ങൾ വീട്ടാൻ അവസരം ലഭിക്കും. ദാമ്പത്യ കലഹത്തിന് ശമനം എന്നിവ കാണുന്നു. അടുത്ത നക്ഷത്രം പൂയം. സുഹൃത്തുക്കളുമായി തർക്കത്തിലേർപ്പെടാൻ ഇടയുണ്ട്. ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങുന്നതാണ്. കടങ്ങൾ വീട്ടാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും. ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗദുരിതം ശമിക്കും. തൊഴിൽപരമായ അലച്ചിൽ എന്നിവ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യം. തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതുമാണ്. സഹോദര ഗുണം വർദ്ധിക്കും. സർക്കാർ രേഖകൾ ലഭിക്കും. ഉദരരോഗ സാധ്യത കാണുന്നു. ഭൂമി, വാഹനം എന്നിവയുടെ വിൽപ്പന വഴി ലാഭമുണ്ടാകും. അടുത്ത നക്ഷത്രം മകം. പൊതുപ്രവർത്തനത്തിൽ ബന്ധുജനങ്ങളുടെ പിന്തുണ കുറയും. സുഹൃത്തുക്കളുമായുള്ള മാനസിക സംഘർഷം വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ അവിചാരിത തടസ്സങ്ങൾ കാണുന്നു. ഉപരിപഠനത്തിന് അവസരമുണ്ട്. കടങ്ങൾ വീട്ടാൻ സാധിക്കും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി അടുത്ത നക്ഷത്രം പൂരം. ബന്ധുഗുണം ലഭിക്കും. ജീവിതത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കാണും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. മനസ്സിൽ സംഘർഷം അധികരിച്ചിരിക്കുന്നു. അന്യരുടെ വാക്കിനാൽ മനസ്സിന് മുറിവേൽക്കുന്നതാണ്. പരീക്ഷയിൽ വിജയം സിദ്ധിക്കും. ഇനി അടുത്ത നക്ഷത്രം ഉത്രം. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. ഇരുചക്ര വാഹനം വാങ്ങാൻ സാധിക്കും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും. കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതുമാണ്. ഇനി അടുത്ത നക്ഷത്രം അത്തം. തൊഴിൽപരമായി അനുകൂല വാരമാണ്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട്
അപമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കർണരോഗം ബാധിക്കാൻ ഇടയുണ്ട്. ഇനി അടുത്ത നക്ഷത്രം ചിത്തിര. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ലഭിക്കുന്നതാണ്. ബന്ധുജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ഉപയോഗിക്കുന്ന വസ്തുക്കൾ മോഷണം പോകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ നിമിത്തം നേട്ടമുണ്ടാകും. ഇനി അടുത്തത് ചോദ്യ നക്ഷത്രം. കച്ചവടം, മറ്റ് ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിഷമതകൾ ഉണ്ടാകും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകും. അന്യദേശവാസമുണ്ടാകും. പുണ്യസ്ഥലങ്ങളിൽ ദർശനം എന്നിവ കാണുന്നു. അടുത്ത നക്ഷത്രം വിശാഖം. മാനസികമായി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദേശ സഞ്ചാരം സാധ്യമാകും. ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതുമാണ്. ഇനി അടുത്ത നക്ഷത്രം അനിഴം. വിവാഹ തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം. ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ്. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ ഇടയുണ്ട്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കണം. ബന്ധുജനസഹായത്തിനു ശ്രമിച്ചാൽ വിജയിക്കില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ട. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. ഇന്റർവ്യൂവിൽ നേട്ടം കൈവരിക്കും. സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കും. ഇനി അടുത്തത് മൂലം. സാമ്പത്തിക വിഷമം തരണം ചെയ്യും. വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകും. ഇനി പൂരാട നക്ഷത്രം. ഭവനം മോടി പിടിപ്പിക്കാൻ പണം ചിലവഴിക്കും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കും. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ നിന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും. ഇനി അടുത്ത നക്ഷത്രം ഉത്രാടം. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ഉത്തരവാദിത്തം വർദ്ധിക്കും. പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടിയും വരുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം തിരുവോണം. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും. ശാരീരികമായി ഏതെങ്കിലും അരിഷ്ടതകൾ നേരിടും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം കൈവരിക്കും. ദ്രവ്യലാഭത്തിന് സാധ്യതയുണ്ട്. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. ഇനി അടുത്ത നക്ഷത്രം അവിട്ടം. പ്രശ്നപരിഹാരത്തിനായി സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടി വന്നേക്കാം. പൊതുപരിപാടികളിൽ സംബന്ധിക്കും. സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടതായി വരും. വ്യാപാരം, മറ്റ് ബിസിനസ്സുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമത ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം ചതയം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നേക്കാം. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകും. അന്യദേശവാസമുണ്ടാകും. പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്തും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി. രോഗദുരിത ശമനമുണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണയുണ്ട്. പ്രേമബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോപശീലം നിയന്ത്രിച്ചു നിർത്തണം. അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും ആപത്തായി തീരും. ബാങ്കുകളിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി.
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുജനഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. ഇരുചക്രവാഹനം വാങ്ങാൻ സാധിക്കും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങൾക്ക് ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം രേവതി. കർമ്മരംഗത്ത് പുഷ്ടിപ്പെടും. പൊതുപ്രവർത്തന വിജയം നേടാൻ സാധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിത അന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്നും നേട്ടമുണ്ടാകും. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല ദർശനം എന്നിവ നടത്തും. കുടുംബത്തിൽ ശാന്തതയും സമാധാനവും പ്രതീക്ഷിക്കാം.